ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുവർണയാണ്. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റായിട്ട് മാസ്റ്റർ കീ അക്കാദമിയിൽ പഠിച്ച് ഇപ്പോൾ നിയമനം ലഭിച്ചിട്ടുണ്ട്. വയനാട്ടിലാണ് നിലവിൽ ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സുവർണയുടെ വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ടാണ്. സുവർണയെ നേരിട്ട് കണ്ട് ആശംസകൾ അറിയിക്കാൻ കൂടിയാണ്. ആശംസകൾ സുവർണ. താങ്ക് യു. ഓക്കെ, അപ്പോൾ സുവർണ ജോലിയിൽ പ്രവേശിച്ചില്ലേ? അപ്പം എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയെല്ലാം നല്ല രീതിയിൽ പോകുന്നു. അടിപൊളിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിച്ച് അപ്പം ആദ്യ അഡ്വൈസിൽ തന്നെ ഇപ്പം നിലവിൽ അഡ്വൈസും അപ്പോയിൻമെൻറ്റും ഒക്കെ ആയി ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ വളരെ സന്തോഷ നിമിഷത്തിലാണ്. അപ്പോൾ മാസ്റ്റർ കീ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ എന്തായിരുന്നു പ്രചോദനം, അല്ലെങ്കിൽ എങ്ങനെയാണ് മാസ്റ്റർ കീ അക്കാഡമിയിലായിട്ട് എത്തിപ്പെട്ടത് ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? ഞാൻ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ഫേസിലൂടെയും പോയിട്ടുണ്ട്. അതായത് ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ഇല്ലാതെയും പോയിട്ടുണ്ട്, പിന്നീടാണ് മാസ്റ്റർ കീയുടെ അടുത്തെത്തുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതെല്ലാം ഒന്ന് ഓവർകം ചെയ്തത് ശരിക്കും മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്തിട്ടാണ്. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മാസ്റ്റർ കീക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റർ കീയിൽ ജോയിൻ ചെയ്തു. ഞാൻ ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നു, ഒരു 9 to 5:30. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കിട്ടുന്നത് ആകെ ഒരു 10 to 15 minutes ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലും നമുക്ക് എക്സാമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ശരിക്കും മാസ്റ്റർ കീ എനിക്ക് യൂസ്ഫുൾ ആയത്. എന്താണെന്ന് വെച്ചാൽ ഈ 10 to 15 minutes നമുക്ക് ഒരു പോർഷൻ കവർ ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കാനോ ഒന്നിനുള്ള ടൈം കിട്ടില്ല. അതേസമയം ഞാൻ ചെയ്തത് മാസ്റ്റർ കീയുടെ മോക്ക് ടെസ്റ്റുകളായിരുന്നു. സിലബസിലുള്ള എല്ലാ ടോപ്പിക്കിനും വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി. മാസ്റ്റർ കീയിൽ എത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണോ അതോ വേറെ ആരെങ്കിലും സ്റ്റുഡൻസ് റെഫർ ചെയ്തിട്ടാണോ, എങ്ങനെയാണ് എത്തുന്നത്? യൂട്യൂബ് അത്യാവശ്യം നല്ലൊരു സോഴ്സിന് വേണ്ടിയിട്ടുള്ള കുറെ ഞാൻ നോക്കിയായിരുന്നു. അങ്ങനെ തിരഞ്ഞു കണ്ടുപിടിച്ചതാണ് മാസ്റ്റർ കീ. ഒരുപാട് പേർക്കുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ആളുകൾക്കും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയുള്ള സംശയം, ഈ വിജയികളുടെ അവർ കൂടുതൽ തിരയുന്നത് ഈ വിജയ രഹസ്യമാണല്ലോ. അപ്പം നമ്മൾ എത്ര സമയത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, അപ്പം ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ കാര്യം ഇതിൻ്റെ ലൈവ് ക്ലാസ്സസ് ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ റെക്കോർഡ് ക്ലാസ് പഠിക്കുമ്പോൾ കുറേ ഫാക്ട്സ് നമുക്ക് അറിയാം, പക്ഷേ ഇത് എക്സാമിന് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യം മനസ്സിലായത് ലൈവ് ക്ലാസ്സസ് എന്നാണ്. ടെസ്റ്റും റെക്കോർഡ് ക്ലാസ്സസ് ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. മാക്സിമം മോക്ക് എക്സാംസ്, അതായത് ഈ സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാംസ്, അതിനുശേഷം നമുക്ക് സിലബസ് വന്നു, നമ്മുടെ ക്രാഷിലേക്ക് നമ്മളെല്ലാം ചേഞ്ച് ആയി, പിന്നെ ഡെയിലി എക്സാം തുടങ്ങി. അപ്പോൾ ഈ മാക്സിമം നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും എക്സാംസ് ചെയ്തല്ലേ പോയത്. അപ്പൊ അതൊക്കെ എങ്ങനെ പരീക്ഷയെ സ്വാധീനിച്ചു? ഒന്ന് കുറെ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എക്സാമിന് വന്നത്. അപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. മോട്ടിവേറ്റ് ചെയ്തു നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഉറപ്പായിട്ടും. അതോടൊപ്പം തന്നെ മെന്റർഷിപ്പ്, മെന്റർമാര്, ദീപക് സാർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും സ്റ്റഡീസിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം അത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വലിയ യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കൊരു ഗവൺമെന്റ് ജോലി വേണം, അതൊരു സ്വപ്നമായിരുന്നോ അതോ ആരെങ്കിലും മോട്ടിവേഷന്റെ ഭാഗമായിട്ട് തോന്നിയതാണോ? എന്താണ് ആ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിപ്പെടണമെന്ന് നേരത്തെ പഠന സമയത്ത് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ MSc കഴിഞ്ഞ് ഒരു 2 year അടുത്ത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഒരു 2 year ആണ് ആക്ച്വലി ഞാൻ ഇതിനെ ടാർഗറ്റ് ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ സർവീസിൽ കയറണം എന്നുണ്ടായിരുന്നു. കയറി അതിന് നല്ലൊരു സോഴ്സ് തിരഞ്ഞെടുത്തു. അങ്ങനെ 2023 MSc കംപ്ലീറ്റ്. MSc കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് 23-ലാണ്. ഓക്കെ, അതിനുശേഷം 2 വർഷം ഇൻവെസ്റ്റ് ചെയ്തു, പഠിച്ചു, ഇതിലേക്ക് എത്തി. അപ്പൊ ഇനി എന്താ സ്വപ്നം? എന്താ ഇനി നമ്മൾ ഇതിൽ ഒതുങ്ങി പോവാണോ അതോ ഒരിക്കലും അല്ല, സ്വപ്നങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്? എങ്ങനെ എൻ്റെ മുന്നിൽ അടുത്തത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ആണ്. അതും മാസ്റ്റർ കീയിൽ ഇപ്പോൾ കോച്ചിങ് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജോലിയോടൊപ്പം തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പഠനം. അതുപോലെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുടുംബം, നമ്മുടെ ഫാമിലി, അവരുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. PSCയിലൂടെ എന്നെ കൊണ്ടുവന്ന ആളെൻ്റെ ചേച്ചിയാണ്. പിന്നെ ആളാണ് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതുമെല്ലാം. പിന്നെ അച്ഛനും ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സർവീസ് ആയിരുന്നു. അപ്പോൾ ആൾ ഇറങ്ങുന്ന ടൈമിൽ കയറണം എന്നുള്ളതും എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അത് നടന്നു. ഇനി നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. അപ്പോൾ നമുക്കിനി ഡയറി ഫാം ഇൻസ്ട്രക്ടർ വരാൻ പോകുന്നു, ഇനി ലാബ് അസിസ്റ്റന്റ് പരീക്ഷകൾ വരാൻ പോകുന്നു, അസിസ്റ്റന്റ് സയന്റിസ്റ്റ്, അതുപോലെ തന്നെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, പരീക്ഷ എഴുതി നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയ ഒരാളെന്ന രീതിയിൽ ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് ഒരു മെസ്സേജ്, എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? PSC ആണെങ്കിൽ ഇപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പാറ്റേണും
ചൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ അതിനൊരു സ്മാർട്ട് വർക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള അക്കാഡമീസ് ചൂസ് ചെയ്യുക. അപ്പോൾ മാസ്റ്റർ കീയുടെ കേസിലാണെങ്കിൽ ഒരിക്കൽ നമ്മൾ മാസ്റ്റർ കീയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരു സെക്കൻഡ് ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കില്ല. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ സപ്പോർട്ട് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഇരുന്ന് പഠിക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. പ്രത്യേകം നോട്ടുകൾ, ഇപ്പോൾ മാസ്റ്റർ കീയിലാണെങ്കിലും നമുക്ക് PDF നോട്ട്സ് അവൈലബിൾ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഓൺ വേർഡ്സിലുള്ള നോട്ട്സ് ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. റിവിഷൻ നന്നായിട്ട് സഹായിക്കും. റിവിഷൻ നല്ലപോലെ അത് ഹെൽപ്ഫുൾ ആണ്. അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക, ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നന്നായി വർക്ക് ചെയ്യുക. എല്ലാവർക്കും ഇതേപോലെ അവരവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. അപ്പോൾ സുബർണയുടെ വാക്കുകൾ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും ഉയരങ്ങളിലെത്താൻ സുബർണയ്ക്ക് കഴിയട്ടെ. ഇനി ഒരുപാട് പരീക്ഷകളൊക്കെ ഇപ്പോൾ നിലവിൽ പഠിക്കുന്ന ആളാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.